ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ചോറൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ അമ്മയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ചപ്പോഴത്തേക്ക് ഞാൻ ചോറൊക്കെ വെക്കാൻ തുടങ്ങി. പിന്നെ കൂർക്ക ഉണ്ടായിരുന്നു കേട്ടോ, ഇച്ചിരി ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് കറി വെച്ചതിൻ്റെ ബാക്കിയാണ്. പിന്നെ രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കൂർക്ക ഞാൻ മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേനും കുഞ്ഞാപ്പി ടി വി ഒക്കെ വെച്ച് കാണുന്നുണ്ട്. അവൾക്ക് ഞാൻ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തു. അപ്പോഴത്തേനും മുറ്റത്ത് അമ്മ മുറ്റം അടിക്കുമായിരുന്നു കേട്ടോ. അമ്മയുണ്ടെങ്കിൽ എനിക്ക് ഹെൽപ്പ് ഉണ്ട് കേട്ടോ. എല്ലാ ജോലിയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണ്ട. അമ്മ അവിടുത്തെ കാടൊക്കെ വെട്ടിത്തെളിച്ച് പിന്നെ പുല്ലൊക്കെ പറിക്കുമായിരുന്നു. അപ്പോഴത്തേനും ഞാൻ എന്നാൽ കൂർക്ക ചിരണ്ടി കറി വെക്കാമെന്ന് വിചാരിച്ചത് അടുക്കളയിലോട്ട് വന്നേ പാത്രം എടുക്കാൻ പോയതാണ്. ആ ഒരു ഗ്യാപ്പ് വന്നത് കേട്ടോ. അപ്പോൾ കൂർക്കയൊക്കെ ചിരണ്ടുന്നുണ്ട്. ഞാനെപ്പോഴും വെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ കൂർക്ക ചിരണ്ടുന്നത്. കാരണം കയ്യിൽ ഒത്തിരി കറ പറ്റത്തില്ല വെള്ളത്തിലിട്ടിട്ട് ചിരണ്ടുവാണെങ്കിൽ. പല പ്രൊസീജിയറൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാം. തുണിയിലിട്ട് തല്ലിയാൽ മതി എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു മുള്ളാത്തയുടെ കമ്പ് അറിയാതെ പറഞ്ഞു പോയെന്നും പറഞ്ഞുകൊണ്ട് അമ്മ എന്നെ കൊണ്ട് കാണിച്ചാണ് കേട്ടോ. അത് കാട് പറിച്ച കൂട്ടത്തിൽ അറിയാതെ പറിച്ചെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് കാണിച്ചാണ് ഇടയ്ക്ക്. പിന്നെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ പണി ഏകദേശം തീർന്നു കേട്ടോ. പിന്നെ വീടിൻ്റെ അകമൊക്കെ ഒന്ന് ഒതുക്കി അടിച്ച് തൂത്തുവാരി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഇത് കുറച്ച് നേരത്തേനേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അവൾക്കൊരു ആപ്പിളൊക്കെ ചെത്തി കൊടുത്തു. അവിടെ രാവിലെ ചോറാണ് കേട്ടോ കഴിക്കുന്നത്. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആപ്പിളൊക്കെ ചെത്തി കൊടുത്തു. പിന്നെ എന്തെന്നില്ലാതെ ഞാൻ പെട്ടെന്ന് പോയി ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കണം എൻ്റെ ഒരു സമാധാനത്തിന്. എല്ലാവർക്കും ഈ ഒരു സൂക്കേടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനങ്ങനെ പോയി തുറന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ. തലയിൽ എണ്ണയൊക്കെ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിക്കുകയുള്ളൂ. അപ്പോഴത്തേനും ഞാൻ എൻ്റെ ഓയിലായ ത്രത എടുത്ത് തൂക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഡ്രോപ്പായിട്ടാണ് കേട്ടോ വീഴുകയുള്ളൂ. അപ്പോൾ കുറച്ച് താമസം കൊടുക്കും അത് വീഴാൻ വേണ്ടിയിട്ട്. കുറേശ്ശെയാണ് കേട്ടോ തൂക്കുന്നത്, കാരണം അധികം മുടിയൊന്നും അല്ലല്ലോ. അപ്പം ഇച്ചിരി എണ്ണയുടെ ആവശ്യമുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ എണ്ണയൊക്കെ വെക്കുന്നുണ്ട്. എണ്ണയൊക്കെ വെച്ച് ഇനി കൊച്ചിനെയും കുളിപ്പിക്കണം, എനിക്കും കുളിക്കണം. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മുഖത്ത് തന്നെയാണ് കുരുവൊക്കെ വന്നിട്ടുണ്ട്. പീരീഡ്സ് ആവാനാണോ എന്നറിയത്തില്ല. ആവാനായിരിക്കും, ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേനും മുഖത്ത് നെറ്റിയിലും കിറിയിലും ഒക്കെ എനിക്ക് കുരു വന്നിട്ടുണ്ട്. ഞാൻ കിടന്നുറങ്ങിപ്പോയി ഗൈസ്. ഞാനങ്ങനെ കിടന്നുറങ്ങിപ്പോകുന്നതല്ല, കൊച്ചിൻ്റെ കൂടെ കിടന്നുറങ്ങിപ്പോയി കേട്ടോന്നേ. അയ്യോ, ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ വിശേഷം കൂടെ കാണിക്കാം. പഠിക്കാനുണ്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, കിടക്കുകയാണ്. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്ക് ഇച്ചിരി ചായ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് കുടിക്കുവാണ്. പെട്ടെന്ന് പറ്റിയപ്പോൾ ചായയുടെ മട്ടൊക്കെ ഊറ്റിക്കളയാൻ മറന്നു കേട്ടോ. മട്ടൊക്കെ അടി കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് ഞാൻ അതാണ് കേട്ടോ നോക്കുന്നത്. ഇതിന് കറുത്ത സാധനം എന്ന് നോക്കിയപ്പോഴാണ് ചായയുടെ മട്ടാണ് കേട്ടോ അത്. എന്നാൽ ചായ കുടിച്ചിട്ട് ഞങ്ങളുടെ സ്ഥലം വാങ്ങിയെടുത്ത് വരെ ഒന്ന് പോവുകയാണ്. ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും വിറകില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തോട്ടത്തിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് ചുള്ളലൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ഓർക്കുന്നുണ്ട് നമ്മൾ വീഴാൻ തുടങ്ങിയ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്നാൽ ബാക്കി ചുള്ളലും കൂടി എടുത്തുകൊണ്ട് പോകാമെന്ന് ഓർത്ത് വന്നതാണ്. അപ്പോൾ തൊട്ട് മുകളിലോട്ടൊക്കെ കയറി വിറക് പിറക്കാമെന്നും കൂടി ഓർത്തുകൊണ്ടെങ്കിൽ അപ്പം അങ്ങനെ വന്നതാണ് കേട്ടോ. ഒന്ന് ഷൂട്ട് ചെയ്ത് തന്നെ അത് വേണോന്നൊക്കെ ചോദിക്കുക. മതിയോ? വീതിയെല്ലാം കയറിപ്പോകുന്നുണ്ട്. കൂടുന്നുണ്ട്. 100, 200, 300 എല്ലാം. അപ്പോൾ അവിടെ അധികം ഓടിക്കാനില്ലായിരുന്നു കേട്ടോ. ഞാനെന്നാൽ പുറകിലും കൂടെ പോയി നോക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഞാൻ ആ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടിപ്പുറം വരെ ഉള്ളൂ കേട്ടോ നമ്മുടെ സ്ഥലം. പിന്നെ ഞാൻ അപ്പുറത്തും കൂടി ഒന്ന് പോയി നോക്കുവാണ് വിറക് മുകളിലോട്ടുണ്ടോയെന്ന്. പിന്നെ ഇതവിടെ മുകളിൽ ചക്കയൊക്കെ ഒരു പ്ലാവേലുണ്ടായിരുന്നു കേട്ടോ. ചക്ക എനിക്ക് വീക്ക്നെസ്സാണ്. അത് മൂത്തൊന്നും കൂടി ഒന്ന് ജസ്റ്റ് പോയി നോക്കാമെന്നൊക്കെ ഓർത്ത്. ഞാൻ ചേട്ടയുടെ ഇടയ്ക്ക് പറയുന്നുണ്ട് ചക്ക പറിച്ചാലോ എന്നൊക്കെ. അപ്പോൾ ഇന്ന് ചിക്കൻ മേടിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാൻ ആ ചക്കയിലൊരു രക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത് മൂത്തിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോന്നേ.
പിന്നെ അന്ന് ഞാൻ മുകളിലോട്ടൊക്കെ പോയി ഞാൻ അതിൻ്റെ ചുവട്ടിലൊക്കെ കുറേ വിറകുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അതൊക്കെ ഒന്ന് എടുത്ത് ഒടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ദേ അവിടെയുള്ളൊരു അടുത്തുള്ളൊരു ചേച്ചി ഒരുവിധം വിറക് കിട്ടി കേട്ടോന്നേ. അടുത്തുള്ളൊരു ചേച്ചി നമ്മുടെ അയലോക്കാകാൻ പോകുന്ന ചേച്ചിയാണ്. ആ ചേച്ചിയാണെങ്കിൽ ചക്ക തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങോട്ടേക്ക് വന്ന് ചക്ക തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വിറകൊക്കെ ഒതുക്കി വെച്ചിട്ട് വരാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെയുള്ളതൊക്കെ ഞാൻ ദേ ഒടിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ചേച്ചിയുടെ അടുത്തുനിന്ന് കയറി പോകണം. ആ ചേച്ചി ചക്ക തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിറകൊക്കെ ഒന്ന് ഒടിച്ച് വെച്ചിട്ട് പോകാമെന്ന് ഓർത്താണ് കേട്ടോന്നേ. പിന്നെ ദേ ആ ചേച്ചി ഞങ്ങൾക്ക് ചക്കയൊക്കെ തന്നു. ഞങ്ങൾ ദേ അതൊക്കെ ആയിട്ട് പോവുകയാണ്. ചേട്ടായി ആദ്യം ചക്ക കൊണ്ടുപോയി വെച്ച് കേട്ടോ. കാരണം വിറകുള്ളത് കൊണ്ട് ആകെ മടുത്ത് പോയി കേട്ടോ. പിന്നെ ഇതേ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ താഴെയുള്ളൊരു വീടാണ് കേട്ടോ. അപ്പം ഇതേ വീട്ടിലോട്ട് തിരിച്ചു പോകണം. ഇച്ചിരി ദൂരമുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഞാനതൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ഥിരം നടക്കുന്ന നടപ്പുഴകളായി മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ സൈഡിൽ കുറേ കടകളുണ്ട് കേട്ടോ. നമുക്ക് കടി കിട്ടുന്ന കടകളുണ്ട്, അരിയൊക്കെ മേടിക്കാനുള്ള കടകളുണ്ട്, അങ്ങനെ കുറേ കടകളുണ്ട് കേട്ടോ. അപ്പോൾ അവളെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു കടയിലൊന്നും കയറിയിട്ടില്ലെന്ന്. പക്ഷേ അവൾക്കത് വിഷയമൊന്നുമില്ല കേട്ടോ. അങ്ങനെ വഴക്കൊന്നുമില്ല. കടയിലൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ ഇവിടെയും കൊണ്ട് ഇറങ്ങിയത്. പക്ഷേ കടയിലൊന്നും കയറിയില്ല. ഈ വിറകൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേനും കടയിൽ കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ വീടിൻ്റെ അവിടുത്തെ മെയിൻ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതേ പിള്ളേരൊക്കെ ആണെങ്കിൽ ഞാൻ ദേ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നത് നോക്കുമായിരുന്നു കേട്ടോ. ഇവളെന്നെ ഈ വണ്ടിയായിരുന്നു കാണിക്കുന്നതെന്ന്. ഓരോ ചേട്ടന്മാരൊക്കെ ആണെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കുറേ വീടുകളുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് കുറേ വീടുകളുണ്ട്. ഇതിൻ്റെ അപ്പുറഭാഗം കോളനിയാണ് കേട്ടോ. ഇത് കോളനിയല്ല, ഇത് മെയിൻ ടൗണിലോട്ടാണ് കേട്ടോ ഈ റോഡ് ചെല്ലുന്നത്. അപ്പോൾ ഇതേ പിള്ളേരൊക്കെ ഞാനിങ്ങനെ ഈ ഫോണും പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതേ വീട്ടിലെത്തിയപ്പോഴത്തേനും ചേട്ടാ ഇതേ ചക്കയും വിറകും എല്ലാം ഇതേ മുറ്റത്ത് എടുത്തിട്ടു. എനിക്കിനിയിപ്പോൾ ഇതൊരു പണിയാണ് കേട്ടോ. വിറകെല്ലാം വെട്ടി ഓടിക്കണം, എന്നിട്ട് അകത്തെടുത്ത് വെക്കണം, അങ്ങനെയൊക്കെ. അപ്പോൾ തന്നെ ചേട്ടായി വിറകൊക്കെ എടുത്തിട്ട് മൊത്തം തന്നു. ഞാൻ അത് വെട്ടി ഒടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. എല്ലാം നമുക്ക് എന്നാ പറയുക, പെട്ടെന്നിരുന്ന് കത്തിപ്പോകുന്ന കൂട്ട് വിറകാണ്. റബ്ബർ വിറകായതുകൊണ്ട് പെട്ടെന്ന് കത്തി തീരും. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം റബ്ബർ വിറകാണ് കേട്ടോ കത്തിക്കാൻ. നമുക്ക് ഏറ്റവും സിമ്പിള്, പെട്ടെന്ന് കത്തുകയും ചെയ്യും. വിറക് നല്ലതുമാണ് കേട്ടോ. ചുള്ളിയാണെങ്കിലും പെട്ടെന്ന് കത്തിപ്പിടിക്കാനൊക്കെ നല്ല വിറകായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് പെട്ടെന്ന് ഒടിച്ചു വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ വിറകൊക്കെ വെട്ടി ഒടിച്ച് കഴിഞ്ഞിട്ട് അവളെ ഒന്ന് മേലേക്ക് കഴിയിപ്പിച്ച് ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് ഇരുത്തി കേട്ടോ. പിന്നെ എനിക്കൊന്ന് മേല് കഴുകണം. വിറകിന് പോയിട്ട് വന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വേർത്തായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ചേട്ടായി അവിടെ ചക്കയൊക്കെ വെട്ടി ഒരുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുളിക്കാൻ പോവാം കേട്ടോ. കുളിക്ക് കഴിഞ്ഞ് വന്ന് ചക്ക ഒരുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ തന്നെ അമ്മ വന്നു കേട്ടോ. അമ്മ അപ്പോൾ ചക്കയുടെ പരിപാടിയിലോട്ട് ഏറ്റെടുത്തു. ഞാൻ പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് കേട്ടോ. ഇവിടെ വറുത്തിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ ആദ്യം മുളകൊക്കെ പുരട്ടി ഇതുപോലെ ഇങ്ങനെ വെക്കും. എന്നിട്ടാണ് കേട്ടോ കുട്ടി ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. പിന്നെ ചിക്കനൊക്കെ ഉണ്ടാക്കി ചക്കയും വേവിച്ച് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് ഇച്ചിരി പഠിക്കാനുണ്ടായിരുന്നു. എന്നാൽ ഇത് നോക്കിക്കൊണ്ട് തിന്നാമെന്നൊന്ന് ഓർത്തുകൊണ്ട് ഞാൻ പഠിക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ച് ചക്കയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അത് നോക്കിക്കൊണ്ട് വായിച്ചുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവുമല്ലോ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ. അപ്പോൾ ഞാനത് നോക്കിക്കൊണ്ട് തിന്നുവാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചക്കയും കോഴി കോമ്പിനേഷനാണല്ലോ. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായിട്ട് എഴുതി വിടണം, എന്നാലേ എനിക്കറിയത്തുള്ളൂ. ഒരുപാട് പോരായ്മകളുണ്ടെന്നറിയാം. അതൊക്കെ തിരുത്തി നല്ല നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാം എന്നാഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ പഠിക്കുന്നുള്ളതുകൊണ്ട് നടക്കുന്നില്ല. മാക്സിമം നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കേ.